ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലരും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എനിക്ക് പ്രമേഹ രോഗമൊന്നുമില്ല, പക്ഷേ എനിക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ രക്തത്തിലുള്ള ഷുഗർ കുറഞ്ഞു പോകും. ഞാൻ പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് 65 64 ഉള്ളൂ. എനിക്ക് കൈ വിറയൽ വരും, എനിക്ക് തല ഇറക്കം പോലെ തോന്നും, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും, വല്ലാത്ത അസ്വസ്ഥയാണ്. ഞാനൊരല്പം മധുരം കഴിച്ചാലോ 2 മിഠായി കഴിച്ചാലോ എൻ്റെ ഈ പ്രശ്നം മാറുകയും ചെയ്യും. ഞാനതുകൊണ്ട് എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ചെറിയ മധുരം കരുതിയേക്കും. എന്നാൽ മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിലോ ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇല്ല, എനിക്ക് എപ്പോഴും ലോ ഷുഗറാണ്, എനിക്ക് അതുകൊണ്ട് എത്ര വേണോ മധുരം കഴിക്കാം, സമയത്തിന് ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിലോ ഷുഗർ കഴിച്ചില്ലെങ്കിലോ എൻ്റെ ഷുഗർ കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷീണം വരുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ മധുരം കഴിച്ചോ, നിനക്ക് അതുകൊണ്ട് ഒരിക്കലും പ്രമേഹ രോഗം ഉണ്ടത്തില്ല എന്ന്. എന്താണ് ഈ ഒരു അവസ്ഥ? നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ അഫക്റ്റ് ചെയ്യുന്ന റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ, ഇത് പ്രമേഹ രോഗമല്ല. പക്ഷേ മധുരം കഴിച്ചാലോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷുഗർ അങ്ങ് കുറഞ്ഞു പോകും. ഷുഗർ കുറയുന്ന ലക്ഷണങ്ങളെല്ലാം കാണിക്കുകയും ചെയ്യും. ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ ലെവൽ ഉയരുകയും നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഇതിനെ നോർമലി ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നോർമലി നടക്കുന്ന ഈ ഷുഗറിൻ്റെ, പഞ്ചസാരയുടെ ഒരു മെറ്റബോളിസം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലുള്ള ഷുഗർ ഉയർന്നു കഴിഞ്ഞാൽ ഇതിനെ കുറയ്ക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരൊറ്റ ഹോർമോൺ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം, അതായത് ഇൻസുലിൻ. എന്നാൽ രക്തത്തിൽ നമ്മുടെ ഷുഗർ വളരെയധികം കുറഞ്ഞു പോയാൽ ഇതിനെ ഉയർത്തുന്നതിന് പലവിധ ഹോർമോണുകളുണ്ട്. കാരണം രക്തത്തിൽ ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 താഴെ പോയാൽ നമ്മുടെ ശരീരത്തിന് പലപ്പോഴും തലച്ചോറിലേക്ക് രക്തം എത്തത്തില്ല, അല്ലെങ്കിൽ ഊർജ്ജം എത്തത്തില്ല, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇതിന് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയും. ഇതിനെ ഓവർകം ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിലുള്ള തൈറോക്സിൻ, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉണ്ട്, അഡ്രിനാലിൻ ഹോർമോൺ ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, സിറം കോർട്ടിസോൾ ഉണ്ട്. ഇങ്ങനെ പലവിധ ഹോർമോണുകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് രക്തത്തിലുള്ള ഷുഗർ ലെവൽ ഉയർത്തി നിർത്തും. എന്നാൽ ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട്, തോൽപ്പിച്ചുകൊണ്ട് രക്തത്തിലുള്ള ഇൻസുലിൻ ഹോർമോൺ അമിതമായിട്ട് വർക്ക് ചെയ്താൽ ഇത് നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്നതിന് കാരണമാകാറുണ്ട്. ഇതിന് പ്രമേഹ രോഗം വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരുപക്ഷെ നമ്മുടെ ഫാമിലിയിൽ പ്രമേഹ രോഗത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിലും നമുക്കിത് സംഭവിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രമേഹ രോഗമില്ലാത്തവരിലും ഷുഗർ ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നതെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് ഓവർ ആക്റ്റീവ് ഇൻസുലിൻ. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ദഹിപ്പിക്കുന്ന ഈ ഇൻസുലിൻ ദഹിപ്പിച്ച് നമ്മുടെ ഊർജ്ജമാക്കി മാറ്റിയിരുന്നാലും ഇൻസുലിൻ വല്ലാണ്ട് ഓവറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് അമിതമായിട്ട് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാം. ഈ സമയത്ത് നമുക്ക് കൈവിറയലും മറ്റ് ബുദ്ധിമുട്ടുകളുമെല്ലാം അനുഭവപ്പെട്ടെന്ന് വരാം. രണ്ടാമത്തെ കാരണം ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് പ്രമേഹ രോഗ സാധ്യതയുണ്ടെങ്കിൽ പ്രമേഹ രോഗം വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. നിങ്ങൾക്കറിയാം, ഈ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് ഒരാൾ എത്തുന്നതിന് മുമ്പ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെത്തും. അതായത് നമുക്ക് അമിതമായിട്ട് വണ്ണം വയ്ക്കുന്ന, രക്തത്തിൽ ഇൻസുലിൻ വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ. രക്തത്തിൽ അമിതമായിട്ട് ഇൻസുലിൻ ഉയർന്നു നിന്ന് എന്ത് സംഭവിക്കും? നമുക്ക് വല്ലാണ്ട് വിശപ്പും പരവേശവും അനുഭവപ്പെടും. നമ്മൾ അല്പം ഭക്ഷണം കഴിച്ചിരുന്നാലോ ഇവ വളരെ പെട്ടെന്ന് തന്നെ ഈ ഇൻസുലിൻ ഷുഗറിനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് കൊഴുപ്പാക്കി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. എന്ത് സംഭവിക്കും? ഭക്ഷണം കഴിച്ചിരുന്നാലും നമുക്ക് ശരീരത്തിന് ഉന്മേഷം വരത്തില്ല, ക്ഷീണം വരും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ രക്തം പരിശോധിക്കുമ്പോൾ ഷുഗർ ലെവൽ ഒരു 70-ലും താഴേക്ക് പോകുന്നത് കാണാം. ഇതാണ് ഈ പ്രമേഹ രോഗ സാധ്യതയുള്ളവരിൽ ഇങ്ങനെ ഷുഗർ കുറഞ്ഞു പോകുന്നതിന് കാരണം. നമ്മുടെ സമൂഹത്തിലുള്ള അമിതവണ്ണമുള്ള പലർക്കും സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൈവിറയൽ വരുമെന്ന് പറയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ഹൈപ്പർ ഇൻസുലിനീമിയ, അതായത് രക്തത്തിൽ ഉയർന്ന ലെവലിൽ ഇൻസുലിൻ നിൽക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മദ്യപാനമാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷുഗർ കുറഞ്ഞു പോകുന്നതെന്ന് പലർക്ക് സംശയം തോന്നാം. ഇത് കേൾക്കുമ്പോൾ തോന്നും, അമിതമായിട്ട് ഷുഗർ ഉള്ളവർക്ക് മദ്യപിച്ചാൽ പോരെ, മരുന്നെന്തിന് കഴിക്കുന്നതെന്ന് തോന്നും. അങ്ങനെയല്ല അതിനർത്ഥം. നിങ്ങൾ അമിതമായിട്ട് മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്തത്തിൽ ഈ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് വല്ലാണ്ട് കൂടിയിട്ട് ഷുഗർ ആ സമയത്ത് കുറഞ്ഞു പോവുകയും കുഴഞ്ഞു പോവുകയും ചെയ്യും. പലപ്പോഴും ഈ അമിതമായിട്ട് മദ്യപിച്ച ആൾക്കാർ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ മദ്യപിച്ച് പൂസായി മയങ്ങി കിടക്കുകയാണെന്ന്. പലപ്പോഴും ഇത്തരത്തിൽ കിടക്കുന്നവരെ നമ്മളൊന്ന് ഷുഗർ പരിശോധിച്ച് നോക്കി അവരുടെ ഷുഗർ ലെവൽ 70-നും താഴേക്ക്, 60-ഓ 50-ന് അടുത്തേക്ക് വന്ന് നിൽക്കുന്നത് കാണാം. ഇതും വളരെ കോമൺ ആയിട്ട് ഈ മദ്യപിക്കുന്നവരിൽ കാണുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിലാണ് സാധാരണ ഇത്തരത്തിൽ ഈ പ്രമേഹ രോഗം ഇല്ലെങ്കിലും ഷുഗർ കുറഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഒരാൾക്ക് റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായാൽ അതിന് എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് വിശദീകരിക്കാം. ഒന്നാമത്, നമുക്ക് ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വല്ലാണ്ട് ഒരു വിയർപ്പ്, ഒരു പരവേശം, നെഞ്ചിടിപ്പ്, കിതപ്പ്, തളർച്ച,
കൈവിറയൽ പോലുള്ള ബുദ്ധിമുട്ട്, നമുക്ക് വല്ലാത്തൊരു തലവേദന, കണ്ണ് മങ്ങൽ അനുഭവപ്പെട്ടു എന്ന് വരാം. ചില സമയത്ത് നമുക്ക് വല്ലാണ്ട് നെർവസ് ആകുകയും നമുക്ക് തളർച്ച അനുഭവപ്പെടുകയും ചെയ്യാം. ചിലർക്ക് സംഭവിക്കുക ഓർക്കാനും ഛർദിൽ പോലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും കണ്ടുവരിക. പലപ്പോഴും ഇത്തരത്തിൽ വല്ലാണ്ട് അസ്വസ്ഥതയായിട്ട് നിങ്ങൾ ഓടി ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഷുഗർ പരിശോധിച്ചിട്ട് പറയും നിങ്ങളുടെ ഷുഗർ കുറഞ്ഞു പോയതാണെന്നും നിങ്ങൾക്കൊരു ഡ്രിപ്പ് തന്ന് നിങ്ങളുടെ ശരീരം നോർമലായി തിരിച്ചുവിടുകയും ചെയ്യും. ഇത് വളരെ കോമൺ ആയിട്ട് ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടോ, ഇടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകുന്ന സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണ് എന്ന് വിശദീകരിക്കാം. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു ടെസ്റ്റിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് രക്തത്തിൽ ഇത്തരത്തിൽ ഈ ഷുഗർ ഇടയ്ക്ക് കുറഞ്ഞു പോകുന്ന ഒരു സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പലരും വിചാരിക്കുന്നത് ഇടയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. പോരാ, ഇതിന് കൃത്യമായൊരു മാർഗമുണ്ട്. അതായത് വെറും വയറ്റിൽ നമ്മളൊരു 70 ഗ്രാം ഗ്ലൂക്കോസ് കലക്കി കുടിച്ചിട്ട് അടുത്ത അരമണിക്കൂർ വെച്ചിട്ട് രക്തം പരിശോധിച്ച് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ച് 4 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ ഉള്ളവർക്ക് രക്തത്തിൽ ഷുഗർ ലെവല് വല്ലാണ്ട് കുറഞ്ഞു ഒരു 70-ൽ താഴേക്ക് പോകുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൽ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ രക്തത്തിലുള്ള ഷുഗറിന്റെ ലെവൽ വല്ലാണ്ട് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്നിരിക്കട്ടെ, ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് വിശദീകരിക്കാം. പണ്ട് പലരും വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകുമെങ്കിൽ നിങ്ങൾ അല്പം മധുരം കഴിച്ചാൽ മതി, ഷുഗർ വീണ്ടും പഴയ പോലെ ആവുന്നു. അല്ല, തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. രക്തത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഷുഗർ കുറയുന്ന സമയത്ത് മധുരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഷുഗർ സ്പൈക്സ് ഇടയ്ക്കിടയ്ക്ക് കൂടുകയും നിങ്ങളുടെ ഇൻസുലിൻ മെറ്റബോളിസം കൂടുതൽ താളം തെറ്റുകയും ഈ രോഗം ഒരിക്കലും മാറത്തില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഷുഗർ ലെവൽ കൂടും, അല്പം ക്ഷീണം മാറുമെങ്കിലും വീണ്ടും വളരെ പെട്ടെന്ന് നിങ്ങളെ ഒരു പ്രോബ്ലം അഫക്റ്റ് ചെയ്തു എന്ന് വരാം. ഏറ്റവും പ്രധാനമായിട്ട് ഇത് മാറ്റാൻ നമ്മളൊരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, നിങ്ങൾ അമിതമായിട്ട് മധുരം എടുക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക. അതായത് നമ്മളിൽ പലരും ഈ മധുര പലഹാരങ്ങളും കാർബോഹൈഡ്രേറ്റ്സും രുചികരമായി കഴിക്കാൻ, ഏറ്റവും പ്രോസസ്സ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇഡ്ഡലി കഴിക്കുകയാണെന്നിട്ട്, ഇഡ്ഡലി നമുക്ക് എപ്പോഴും ഇഷ്ടം വളരെ സോഫ്റ്റ് ആയിട്ട് പതുപത്ത രീതിക്ക് കഴിക്കാനാണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനകത്ത് ഉഴുന്ന് കുറച്ച് അരിയുടെ അളവ് കൂട്ടി നന്നായിട്ട് പുളിപ്പിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഡ്ഡലി കൂടുതൽ സോഫ്റ്റ് ആവും. ഇങ്ങനെ പ്രോട്ടീനിൻ്റെ അളവ് കുറച്ച് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത നല്ല വെളുത്ത അരി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ ലെവലിനെ വളരെ പെട്ടെന്ന് ഉയർത്തുകയും ഇൻസുലിൻ മെറ്റബോളിസം താളം തെറ്റുകയും ചെയ്യും. റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഷുഗർ ലെവൽ താണു പോകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാറ്റി പ്രോസസ്സ് ചെയ്യാത്ത തവിടുള്ള അരി അല്ലെങ്കിൽ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ശീലമാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഉൾപ്പെടുത്തി ഉള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറുക. ഇത് നിങ്ങളുടെ ഈ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരം കൂടുതൽ ഊർജം ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രമേണ പ്രോട്ടീനും ഫാറ്റും കൂടുതൽ എടുക്കുന്ന ഒരു ഭക്ഷണ രീതിയിലേക്ക് ഒരല്പം സ്വിച്ച് ചെയ്യുക. നമ്മുടെ ഒരു ഊർജം ഉൽപാദനം പലതരത്തിൽ നമ്മുടെ ശരീരം ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ ഊർജത്തെ അതിന് കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ നിന്നോ കൊഴുപ്പിൽ നിന്നോ ശരീരം ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞിട്ട് പ്രോട്ടീനും കൊഴുപ്പും ഒരല്പം, കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫാറ്റ് ഒരല്പം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്രമേണ അതിൽ നിന്നുമുള്ള ഊർജ്ജം എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് ശീലിച്ചു തുടങ്ങും. കീറ്റോജനിക് ഡയറ്റ് എന്നൊക്കെ വിളിക്കുന്ന, അതായത് ലോ കാർബ് ഡയറ്റിലേക്കൊക്കെ പലരും മാറുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹെൽത്തി വേയിലേക്ക് ശരീരം ശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൂർണ്ണമായും നിങ്ങളൊരു കീറ്റോജനിക് ഡയറ്റ് എടുത്തില്ലെങ്കിൽ പോലും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ഹെൽത്തി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പയറ്, കടല, പരിപ്പ്, മീന്, മുട്ട, ഇറച്ചി എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് കുറച്ച് വൈറ്റ് മീറ്റ്, അതായത് മീനും അതേപോലെ തന്നെ ചിക്കനും എല്ലാം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡയറ്റും, അതോടൊപ്പം ഹെൽത്തി ഫാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പോലുള്ളവ, ഒലിവ് ഓയിൽ പോലുള്ളവ ഉപയോഗിക്കാം. കൂടാതെ വെജിറ്റബിൾ ഫാറ്റ് ആയിട്ടുള്ള അവക്കാഡോ പോലുള്ളവ, നട്ട്സിനകത്തുള്ള കൊഴുപ്പ്, നെയ്യ്, മുട്ടയുടെ മഞ്ഞ, ഇവയെല്ലാം തന്നെ ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഇവ ഉപയോഗിച്ചിട്ടുള്ള അവയിൽ നിന്നുള്ള ഊർജം ശരീരത്തിൽ കൂടുതൽ ഉപയോഗിച്ച്
കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും മധുരത്തിൽ നിന്നുമുള്ള ഊർജ്ജത്തിനെ പൂർണ്ണമായിട്ടും നമ്മൾ നന്നായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയെ മറികടക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് വ്യായാമമാണ്. ശരിയായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, ഈ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് രക്തത്തിൽ ഉയർന്ന ലെവലിൽ ഇൻസുലിൻ നിൽക്കുന്നതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയെ റിവേഴ്സ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള വ്യായാമത്തിലൂടെ സാധിക്കും. അതായത് നിങ്ങൾ പതിവായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് രക്തത്തിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഗണ്യമായിട്ട് കുറയും എന്നർത്ഥം. ഈ രീതിക്കുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മാറ്റം ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നാൽ പ്രമേഹ രോഗിയല്ലാത്ത നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇന്ന് ചെറുപ്പക്കാരിലും അമിതവണ്ണമുള്ളവരിലും അമിതമായിട്ട് ടെൻഷൻ ഉള്ളവരിലും പ്രമേഹ രോഗ സാധ്യതയുള്ളവരിലും വളരെയധികം കാണുന്ന ഒരു അവസ്ഥയാണ് ഞാനിവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിന് തളർച്ചയും ഒരു ക്ഷീണവും വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു 2 ഡ്രിപ്പ് ഇട്ട് ക്ഷീണം മാറ്റുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.